അതൊക്കെ കൂഴ 20 രൂപ പ്ലാവെ കൊടുത്തത്. അപ്പൊ അതിന്റെ വെട്ടുകൂലി, ചെലവ്, വണ്ടിക്കൂലി, ഇവിടെ വന്നത്, ഇത് പറക്കി അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്ത് ഇതെല്ലാം കൂട്ടുമ്പോൾ നമുക്ക് ഭയങ്കര നഷ്ടം. അത് നമുക്ക് ചിപ്സിന് അരിയായിട്ടേക്കുക. ഇഷ്ടം പോലെ വരും. ചക്ക മേടിക്കുന്നവര് മേടിച്ചോണ്ട് പോകും. വേസ്റ്റ് ആയിട്ട് പോവുക. ഇല്ല, കന്നാലിക്ക് അവർ കൊടുക്കത്തില്ല. ഇത് നല്ല വിള കൂഴ. വരിക്ക നമ്മള് മോശമാണെങ്കിൽ, ചുള മോശമാണെങ്കിൽ നമ്മൾ വെട്ടും. 1500 രൂപ ശമ്പളം ഒരാൾക്ക് രാവിലെ മുതൽ മരം കയറുന്നതിന്. പിന്നെ ചെലവ്, വണ്ടിക്കൂലി വേറെ. എങ്ങനെ പോയാലും ഒരു ദിവസം ഓടി ഇറങ്ങുമ്പോഴത്തേന് ഒരു ലോഡ് ചക്ക കിട്ടിയില്ലെങ്കിൽ ഭയങ്കര നഷ്ടമാണ്. ഇപ്പൊ 2 വീട്ടിലേക്ക് അതുണ്ടോ? അത് 2 വീട്ടിലേക്ക്. ഇത് ചേച്ചി ഇല്ല, നമ്മൾ ഈ പ്രാവശ്യം തുടങ്ങണമെന്ന് വിചാരിക്കുക. അപ്പൊ പണിക്കാര് കറക്റ്റ് ആയിട്ട് കിട്ടിയില്ല. അതുകൊണ്ടാണ് ഇപ്പൊ വെളിയിൽ വിടുന്നത്. അടുത്ത വർഷം എന്തായാലും തുടങ്ങും. നമസ്കാരം, സുരേഷ് ക്ഷേത്രമാണ്. ഗ്രീൻ മെഡിഷൻ ചാനലിന്റെ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ തമിഴ്നാട്ടിലാണുള്ളത്. തെങ്കാശിയിലേക്ക് പോകുന്ന വഴിയാണ് ചേട്ടനെ കണ്ട് ഇറങ്ങിയതാണ്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ചക്കയുടെ സീസൺ ആകുമ്പോൾ ഇവിടെ വരാറുണ്ട്. അപ്പോൾ ഞാനിപ്പം നിൽക്കുന്നത് നമ്മുടെ പുളിയറ, അതായത് കോട്ടവാസൽ, നമ്മുടെ എസ് വളം ഇങ്ങോട്ട് ഇറങ്ങിയ ഒരു വളവിനാണ് ഈ ചക്കക്കട. അപ്പോൾ ഞാൻ ചേട്ടനെ കണ്ട് പരിചയപ്പെട്ടു. ചേട്ടൻ അഞ്ചൽ സ്വദേശിയാണ്, അൻസാരി അബ്ദുൽ ലത്തീഫ് അല്ലേ? അപ്പൊ ചേട്ടൻ അഞ്ചൽ സ്വദേശിയാണ്, അൻസാരി അബ്ദുൽ ലത്തീഫ്. ഇവിടെ നമ്മുടെ നാട്ടുകാരനാണ്, വിളക്കുപാറ. അപ്പൊ ഇവിടെ 2 വർഷമായില്ലയോ? 2 വർഷം കൂടുതലായി ചക്ക പരിപാടിയാണ് കേട്ടാ. നമ്മുടെ കേരളത്തിലെ ചക്ക, കൊല്ലത്തെ ചക്ക എല്ലാം അടൂര്, പത്തനംതിട്ട, കോന്നി, മടത്തറ എല്ലാ ചക്ക ഇങ്ങോട്ട് വരുവാണ്. അപ്പോൾ ചക്കയുടെ ഗുണമെല്ലാം തമിഴ്നാട്ടുകാർക്ക് അറിയാം. ഇവിടുന്ന് ചിപ്സാക്കി പോകുന്നു. അവിടുന്ന് വരുന്ന ചക്കയൊക്കെ ചിപ്സാക്കി നമ്മുടെ നാട്ടിലേക്ക് തിരിച്ചു വരുവാണ്. അപ്പോൾ നമ്മുടെ നാട്ടിൽ ചക്ക നല്ല ഗുണങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ നമ്മുടെ ആൾക്കാർ അതിന്റെ രീതിയിൽ ഉപയോഗിക്കുന്നില്ല. പക്ഷെ പലരും ചക്ക സ്ക്വാഷ് അല്ലേ, എല്ലാ ഐറ്റം ചക്കയിൽ എല്ലാം ഉണ്ടാക്കാൻ പറ്റും. പക്ഷെ എന്നാലും നമുക്ക് അവൈലബിൾ ആയിട്ട് എല്ലാം കിട്ടത്തില്ല. പക്ഷെ ഇവിടെ ഇഷ്ടം പോലെ ചക്കയുണ്ട് കേട്ടോ. കൂടിച്ചക്ക വറ്റലിന് വേണ്ടി അരിയുന്നതാണ് കാണിക്കുന്നത്. അപ്പൊ നമ്മുടെ അവിടെ പൂഞ്ഞൊക്കെ കഴിക്കും. ഇവിടെ പൂഞ്ഞൊന്നും കഴിക്കത്തില്ല തമിഴ്നാട്ടുകാർ കേട്ടോ. പിന്നെ നമുക്ക് ഇതിന്റെ ചക്കക്കുരു ഉണക്കാനിട്ടിട്ടുണ്ട്. കിലോ 20 രൂപ 30 രൂപ. അപ്പൊ അങ്ങനെ അതും നമുക്കവിടെ ചക്കക്കുരു വേണ്ട. ഇവിടെ ചക്കക്കുരു വെച്ച് സാമ്പാർ ഉണ്ടാക്കുന്ന ചേട്ടൻ പറയുന്നത്. അപ്പൊ നമ്മൾ വന്ന വഴിക്ക് ഒരു ചക്കക്കാഴ്ച കണ്ടതാണ്. കേരളത്തിലെ ചക്ക ഉണ്ടായിട്ടും ചക്കയുടെ സ്റ്റോറി എടുക്കാൻ നമ്മൾ തമിഴ്നാട്ടിൽ വരണം. അപ്പോ ചക്കയാണ് ഇന്നത്തെ കാഴ്ച. ഓക്കെ, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട, ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും. സ്ഥലം അഞ്ചല, ബോർഡർ കോട്ടവാസല്, പുളിയറ. മെയിൻ ബോർഡർ കോട്ടവാസല്, എസ് വളവ്. ചക്ക എത്ര ആളാണ്ട് നമ്മുടെ ചക്കയുടെ പരിപാടി ഉണ്ട് ഇവിടെ? ചക്ക അവരൊരു 15 കൊല്ലം കൂടുതലായി. വരിക്ക ചക്ക, ചിപ്സ്. ഇവിടെ അടുപ്പുണ്ടായിരുന്നു. അത് ആളില്ലാത്തോണ്ട് നിർത്തി വെച്ചേക്കുക. ഇല്ല, മടലൊന്നും യൂസ് ചെയ്യത്തില്ല. കേരളത്തിലെ കണക്ക് അതൊന്നുമില്ല. അവര് ചക്കക്കുരു ഉപയോഗിക്കും. പിന്നെ അവര് ചക്കക്കുരുവിന് 20 മേടിക്കും. പലരുടെയും കയ്യിൽ നിന്ന് പല റേറ്റ് അനുസരിച്ച. ചിലര് ഹോൾസെയിലായിട്ട് മൊത്തം 20-25 കിലോ ഒക്കെ എടുത്തോണ്ട് പോകും. അവിടെ കൊണ്ട് ഉണക്കി പൊടിയാക്കല്ല, അവര് സൂക്ഷിച്ചു വെക്കും. കുറേശ്ശെ കറി വെക്കാൻ. അവര് കൂടുതലും സാമ്പാറാണ് ഉപയോഗിക്കുന്നത്. ഇതില് സാമ്പാർ തമിഴ്നാട്ടിൽ എല്ലാരും ഇല്ലെങ്കിലും കുറെ ആൾക്കാര് അതാ ഉപയോഗിക്കുന്നത്. മെയിൻ വരിക്കച്ചക്ക. നമുക്ക് ലോഡ് തികയാതെ വരുമ്പോ ലാസ്റ്റ് കൂഴ വെട്ടും. ഒരു 3 മണിക്ക് ശേഷം ഒരു 6:30 വരെ. അത് ലോഡ് കയറി വന്നു കഴിഞ്ഞാൽ 2ആയിട്ട് തിരിഞ്ഞങ്ങ് മാറ്റും. മാറ്റി വരിക്ക നമ്മൾ പഴമായിട്ടും ചോളയായിട്ടും ഇളക്കി കൊടുക്കും. കൂഴ രാവിലെ പണി തുടങ്ങും. 6 മണിക്ക് ഇറങ്ങും. ചിപ്സിന് കൊടുക്കുക. നമുക്ക് കിലോയ്ക്ക് ആവില്ല. ഇത് 1 കിലോ അരിയുന്നതിന് 20 രൂപ കൊടുക്കണം ലേഡീസിന്, പണിക്കാർക്ക് 1 കിലോയ്ക്ക്. അപ്പൊ ഇതെല്ലാം കഴിഞ്ഞ് മുതലാളി കൈ വരുമ്പോൾ ചെലവും ഇതിന്റെ എല്ലാ പണിയും കഴിഞ്ഞ് വരുമ്പോൾ ചിലപ്പോൾ 1 കിലോയ്ക്ക് 5 രൂപ കിട്ടും. ചിലപ്പോൾ ഇതുപോലെ വേസ്റ്റ് വന്നാൽ അതും കിട്ടത്തില്ല. അങ്ങനെ തമിഴ്നാട്ടിൽ നമുക്ക് ഇത് പറഞ്ഞ ദിവസക്കൂലിയല്ല. അല്ല, കിലോയ്ക്ക് കൊണ്ട് ദിവസക്കൂലിക്ക് ഇതിന് നിർത്താൻ പറ്റത്തില്ല. കാരണം എന്ന് പറഞ്ഞാൽ 300 രൂപ അവർക്ക് ശമ്പളം നമ്മൾ കണ്ടിന്യൂ കൊടുക്കണം. ജോലി മടിച്ചു നിൽക്കും. അതുകൊണ്ട് കിലോ കണക്കിനും കൊടുക്കുക. ഇപ്പൊ രാവിലെ കണ്ട് 100 കിലോയ്ക്ക് വേണ്ടി കൊടുത്തു കഴിഞ്ഞു. ഇതെല്ലാം വേസ്റ്റ് ആയിട്ട് പോവുക. ഇല്ല, കന്നാലിക്ക് അവർ കൊടുക്കത്തില്ല. ഇത് നല്ല കൂഴ. വരിക്ക നമ്മള് മോശമാണെങ്കിൽ, ചുള മോശമാണെങ്കിൽ നമ്മൾ വെട്ടും. നല്ല ചുളയെ കസ്റ്റമർക്ക് കൊടുക്കാൻ നല്ല സാധനമായിട്ട് നമ്മൾ പഴം മാറ്റും. കിലോയ്ക്ക് 25 രൂപ. വണ്ടിക്കൂലി. ഇതിനകത്ത് ലേബർ ചാർജ് ആണ് വർദ്ധിക്കുന്നത്. 1500 രൂപ ശമ്പളം ഒരാൾക്ക് രാവിലെ മുതൽ മരം കയറുന്നതിന്. പിന്നെ ചെലവ്, വണ്ടിക്കൂലി വേറെ.
എങ്ങനെ പോയാലും ഒരു ദിവസം ഓടി ഇറങ്ങുമ്പോഴത്തേന് ഒരു ലോഡ് ചക്ക കിട്ടിയില്ലെങ്കിൽ ഭയങ്കര നഷ്ടമാണ്. മെനഞ്ഞാന്ന് വന്ന ലോഡ് കോന്നി പോയിട്ട് 2 ദിവസം റൂം എടുത്ത് കിടന്നു വന്നതാണ്. അത്രയും സാധനം വേസ്റ്റാ കൂഴച്ചക്ക. അപ്പൊ നമ്മൾ വീട്ടിൽ ചെന്നിട്ട് കൂഴയാണോ വരിക്കാണോ എന്ന് ചോദിക്കുമ്പോ അവര് ചില നല്ല ആൾക്കാരുണ്ട്, അവര് പറയും ഇത് കൂഴയാ എടുക്കണ്ടെന്ന് പറയും. ചിലര് പറയും ഇത് മൊത്തം വരിക്കുക എടുക്കാൻ പറ്റിക്കും. അങ്ങനാണ്ട കിടക്കുന്ന ഇന്നലെ കുറെ എടുത്ത് കളഞ്ഞു, മെനഞ്ഞാന്ന് എടുത്ത് കളഞ്ഞു. അപ്പൊ അങ്ങനെയുള്ള കണ്ടീഷനാ. കാരണം അവർക്ക് അറിയത്തില്ലല്ലോ, ഇത് അവർക്ക് പൈസ കിട്ടിയാൽ മതി. മൊത്തം കേരളത്തിൽ നിന്നാ വരുന്നത്. പത്തനംതിട്ട പോവും, അടൂര് പോവും. ഞാൻ ഈ ഇടയ്ക്ക് കടയ്ക്കല്, മടത്തറ, നിലമ ഏറിയ. ഇപ്പൊ നിലമേലുണ്ട് വണ്ടി, നമ്മുടെ വണ്ടി ലൈനിൽ കിടപ്പുണ്ട്. ഇല്ല, ഇഷ്ടം പോലെ ഇല്ല. ഒരു പ്ലാവെ കയറിയ 2-3 മടത്തറ ഉണ്ട്, മടത്തറ ഏരിയയിലുണ്ട്. ഇങ്ങനെ പുതിയ ഏരിയയിൽ ഇങ്ങനെ പൊയ്ക്കൊണ്ടേയിരിക്കും. ഇനിയിപ്പോ ഈ മാസം അടുത്ത മാസം ഇല്ല, അതൊന്നുമില്ല. അവര് വരും, അവർക്ക് അവര് ആവശ്യമുള്ള സാധനം എടുക്കും, പോവും. അതൊന്നുമില്ല, പാസൊന്നുമില്ല. പിന്നെ അടുത്ത മാസം പോലെ റംബൂട്ടാനുണ്ട്, അതിന്റെ പണിയുണ്ട്. ഈ തോട്ടമല്ല, നമ്മൾ കേരളത്തിൽ കയറി എടുക്കുക. കേരളത്തിൽ എടുത്തിട്ട് നമ്മൾ ഹോൾസെയിലും കൊടുക്കും, റീറ്റെയിലും ചെയ്യും. അതൊക്കെ കൂഴ. അത് നമ്മൾ ഓരോ അടുത്തതിന് നമുക്ക് അറിയണമല്ലോ അവിടെ പോകുമ്പോ. കാരണം ഇനി നമുക്ക് 20 രൂപ പ്ലാവെ കൊടുക്കുക. അപ്പൊ അതിന്റെ വെട്ടുകൂലി, ചെലവ്, വണ്ടിക്കൂലി, ഇവിടെ വന്നത് ഇത് പറക്കി അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്ത് ഇതെല്ലാം കൂട്ടുമ്പോൾ നമുക്ക് ഭയങ്കര നഷ്ടമാണ്. അപ്പൊ അവര് നമുക്ക് തരുന്ന കക്ഷി പറ്റിക്കാതിരുന്നെങ്കിൽ അതൊരു ഉപയോഗമായിരുന്നു. നമുക്ക് ചിപ്സിന് അരിയായിട്ടേക്കുക, നല്ല കൂഴയാ. ചക്കക്കുരുവാണ് മെയിൻ. അതിപ്പോ വൈകുന്നേരം ആകുമ്പോഴത്തേന് പകുതി തീരും. ഇഷ്ടം പോലെ വരും. ചക്ക മേടിക്കുന്നവര് മേടിച്ചോണ്ട് പോകും. ഉണക്കി സൂക്ഷിക്കും അവര്. നമ്മൾ അത് വെയിലത്തിട്ട് ഉണക്കി റെഡിയാക്കി വെച്ചേക്കും. ചക്കക്കാഴ്ചകളും ചക്കവിശേഷങ്ങളും ഒക്കെ അറിയാൻ നമ്മൾ തൊട്ടടുത്തുള്ള നമ്മുടെ തമിഴ്നാട്ടിലേക്ക് പോകണം എന്നുള്ളതാണ്. ചക്കയെ പറ്റി നമുക്ക് ആർക്കും അറിയാത്തതുകൊണ്ടല്ല, ചക്കയുടെ ഗുണങ്ങളെ പറ്റി. നമ്മുടെ മലയാളികള് ചക്ക വേണമെങ്കിൽ കഴിക്കാം എന്നുള്ള ഒരു രീതിയിലായിരുന്നു പണ്ട്. പക്ഷെ ഇപ്പം കൂടുതലൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. എങ്കിലും നല്ലൊരു സമീപനം നമ്മുടെ ചക്കയോടില്ല. പക്ഷേ തമിഴ്നാട്ടിൽ കറങ്ങാൻ വരുന്ന സഞ്ചാരികൾ വൈകുന്നേരം തിരിച്ചു പോകുമ്പോൾ ഇവിടെ വന്ന് കപ്പക്കയും ചക്കയും ഒക്കെ മേടിച്ച് തിരികെ നമ്മുടെ കേരളത്തിലേക്ക് കൊണ്ടുപോകുന്ന കാഴ്ചയും കാണാം. അപ്പോൾ ഇനിയും നല്ലൊരു കാഴ്ചയുമായി വീണ്ടും എത്താം.